സഹകാരി റൈസ് പ്ലസിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കുന്നത് ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൽ ഡിയേര 2 ടെൻസാണ്. നിങ്ങൾക്ക് മൊത്തത്തിൽ 4 ടെൻസാണ് പഠിക്കേണ്ടത്. അതിൽ നമ്മൾ പ്രസൻറ്റ് ടെൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സിമ്പിൾ പ്രസൻറ്റും അതുപോലെ പ്രസൻറ്റ് പെർഫെക്റ്റും പഠിക്കണം. അപ്പോൾ രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ഏത് പഠിക്കണം? പാസ്റ്റ് ടെൻസിൽ സിമ്പിൾ പാസ്റ്റും പഠിക്കണം, പാസ്റ്റ് പെർഫെക്റ്റും പഠിക്കണം. ഇത് 4 നമ്മൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളതിൽ ഇന്ന് പ്രസൻ്റ് ആണ് നോക്കുന്നത്. അതായത് സിമ്പിൾ പ്രസൻറ്റ് അതുപോലെ പ്രസൻറ്റ് പെർഫെക്റ്റ്. ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. കാരണം നമുക്ക് ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ ആ ഒരു ചിന്ത നമ്മളെ മനസ്സിൽ എപ്പോഴും കാണണം. അപ്പോൾ അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് തന്നെ ഓർമ്മയിലിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരങ്ങൾ നമുക്ക് അങ്ങോട്ട് തിരുത്തി എഴുതാനൊക്കെ പറ്റത്തുള്ളൂ. നോക്കിയാൽ കുട്ടികളെ, അതിൽ ആദ്യത്താണ് പ്രസൻറ്റ്. എന്ത് ചെയ്യുന്നുണ്ട്? പ്രസൻറ്റ് ടെൻസ് ആണ്. അതിൽ പ്രസൻറ്റ് ടെൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് സിമ്പിൾ പ്രസൻ്റ് ആണ് പഠിക്കാനുള്ളത്. സിമ്പിൾ പ്രസൻ്റ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കിയേ, സിമ്പിൾ പ്രസൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സിമ്പിൾ പ്രസൻ്റ് ഉപയോഗിക്കുന്നത്. അതായത് മാറ്റമില്ലാതെ നടക്കുന്ന കാര്യങ്ങൾ, റെഗുലറായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കോമൺ ആയിട്ടൊക്കെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വരാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചോദ്യങ്ങളാണ്. സിമ്പിൾ പ്രസൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തി ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചോദ്യങ്ങൾ വരാം. രണ്ടാമത് വരുന്നത് ഇൻ്റർചേഞ്ചിങ് സെൻറ്റൻസ് പരസ്പരം മാറ്റി എഴുതുക, അത്തരത്തിലുള്ള. പിന്നെ തെറ്റ് കണ്ടെത്തുക, തെറ്റ് റിമൂവ് ദ എറർ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പല രീതിക്കും നമുക്ക് വരാം. ഇതെല്ലാം നമുക്ക് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത്. ആദ്യം തന്നിരിക്കുന്ന ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമുക്ക് എങ്ങനെ സെൻറ്റൻസുകൾ മേക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമുക്ക് 2 ഇക്വേഷൻ പഠിച്ചേ. ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കാം. നോക്കിയേ, സബ്ജക്റ്റ് പ്ലസ് V1 ഓർ എസ്സിൽ അവസാനിക്കുന്ന വെർബ്. V1 ഓർ എസ് എന്ന് പറഞ്ഞാൽ എസ് മീൻസ് എസ്സിൽ അവസാനിക്കുന്ന വെർബ് എന്നാണ് കേട്ടോ. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വെർബ് എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ വരാം, അല്ല എങ്കിൽ V1 വരാം പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇങ്ങനെ ഇക്വേഷനോടൊപ്പം ഒന്ന് കുറച്ച് പറഞ്ഞ്, സബ്ജക്റ്റ് പ്ലസ് V1 ഓർ എസ്സിൽ അവസാനിക്കുന്ന വെർബ്. V1 എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് കൂട്ടില്ലേ? വാക്ക്, ഈറ്റ്, സ്ലീപ്പ്, സിങ്, ഡാൻസ്, ഇങ്ങനെയൊക്കെ വരുന്ന വാക്കുകളെല്ലാം നമുക്ക് V1 ഫോം, വെർബിൻ്റെ V1 ഫോം. ഇനി ഇതിനെയൊക്കെ എസ്സിൽ അവസാനിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു? അത് സിംഗുലാർ ഫോമുകളായിട്ട് മാറുന്നു. അതെന്തായിട്ട് മാറുന്നു? സിംഗുലാർ ഫോം. വാക്സ്, ഈറ്റ്സ്, സിങ്സ്, ഇതൊക്കെ സിംഗുലാർ ഫോമായിട്ട് മാറ്റാം. അപ്പം നമ്മൾ ഇത് രണ്ടിനെയും കൂടെ ചേർത്തിട്ട് പറയുന്നത് പ്രസന്റ് ഫോം ഓഫ് വെർബ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ പഠിച്ചാലും മതി. ഇതറിയാവുന്നവരാണെങ്കിൽ ഇങ്ങനെ പഠിക്കാം, സബ്ജക്റ്റ് പ്ലസ് പ്രസന്റ് ഫോം ഓഫ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്ന് പഠിച്ചാലും മതി. ഈ പ്രസന്റ് ഫോം എന്ന് പറഞ്ഞാൽ V1 എസ്സിൽ അവസാനിക്കുന്ന വെർബിനെയും ചേർത്ത് നമുക്ക് പറയുന്നത് പ്രസന്റ് ഫോം എന്നാണ്. അപ്പോൾ V1 എക്സാമ്പിൾ ഏതൊക്കെയാണ് കൂട്ടില്ലേ? V1 എക്സാമ്പിൾ ഏതൊക്കെ പറഞ്ഞു നമ്മൾ? വാക്ക് എന്ന് പറയുന്ന V1 എക്സാമ്പിൾ ആണ്, ഡാൻസ് എന്ന് പറയുന്ന V1 എക്സാമ്പിൾ ആണ്, സിങ് എന്ന് പറയുന്നത് V1 എക്സാമ്പിൾ ആണ്, അതുപോലെ ഈറ്റ് എന്ന് പറയുന്നത് V1 എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ എസ്സിൽ അവസാനിക്കുന്ന വെർബുകളാണെങ്കിലാ, എസ്സിൽ അവസാനിക്കുന്ന വെർബുകളാണെങ്കിൽ വാക്സ്, എസ് ഇട്ട് പറഞ്ഞാൽ മതി, വാക്സ്, അതുപോലെ സിങ്സ്, അതുപോലെ എന്ത് ചെയ്യുന്നു ഇവിടെ? ഡാൻസസ്, അതുപോലെ ഈറ്റ്സ്, ഇതെല്ലാം എന്തിൽ അവസാനിക്കുന്നു? എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ. അപ്പം നമുക്ക് പറഞ്ഞ ഇക്വേഷൻ എങ്ങനെയാ? സബ്ജക്റ്റ് പ്ലസ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്നവർ. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ സബ്ജക്റ്റും ഒബ്ജക്റ്റും എല്ലാ സെൻറ്റൻസിലും വരും. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ V1 ഓർ എസ് വരുന്ന സെൻറ്റൻസുകളെല്ലാം സിമ്പിൾ പ്രസൻറ്റ്, അത്രയും മാത്രം പഠിച്ചാൽ മതി. അത് തന്നെയാണ് സിമ്പിൾ പ്രസൻറ്റ്. ഈ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒക്കെ നമ്മൾ എല്ലാത്തിലും വരുന്നതാണ്. എന്ത് ചെയ്യും? അതുപോലെ രണ്ടാമത് നമ്മൾ ഈ V1 ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലറി ആണെന്ന് ചോദിച്ചാൽ ഡൂ ആണ് കേട്ടോ. V1 ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലറി ഏതാണ് കൂട്ടില്ലേ? ഡൂ ആണ്. എസ്സിൽ അവസാനിക്കുന്ന വെർബുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലറി ആണ് ഡസ്. ഓക്കെ, ഡസ്. നമ്മൾ വെർബ് സ്പ്ലിറ്റിംഗ് ഒക്കെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. V2 ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലറി ആണെന്ന് ചോദിച്ചാൽ ഡിഡ് ആണ്. V2 ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലറി ഡിഡ്. അപ്പോൾ നോക്കിയാണ്ടായി, ഇപ്പോൾ വാക്കെന്ന് പറയുന്ന വെർബിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഡു പ്ലസ് വാക്ക്, ഡു പ്ലസ് വാക്ക്. കണ്ടോ? ഡു പ്ലസ് വാക്ക്. ഇനി വാക്സ് എന്ന് പറയുന്ന വെർബിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്, അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഡസ് പ്ലസ് വാക്ക്. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഡസ് പ്ലസ് വാക്ക്. ഇനി വാക്ഡ് എന്ന് പറയുന്ന വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓക്സിലറി ആണ് ഡിഡ് പ്ലസ് വാക്ക്, ഡിഡ് പ്ലസ്
വാക്ക്. കണ്ടാ, ഇവിടെയും വാക്ക്, ഇവിടെയും വാക്ക്, ഇവിടെയും വാക്ക്. അപ്പം ഇങ്ങനെ ഡു ഡസ് ഡിഡ് സ്പ്ലിറ്റ് ചെയ്താൽ കിട്ടുന്ന വെർബുകൾ റൂട്ട് ഫോമുകളായിരിക്കും കേട്ടോ. അതിന് പറയുന്ന പേരാണ് റൂട്ട് ഫോം എന്ന് പറയും, അല്ലെങ്കിൽ ബെയർ ഫോം എന്ന് പറയും. എന്തെന്ന് പറയും? വെർബിന്റെ ബെയർ ഫോം എന്നൊക്കെ പറയും. നമ്മൾ ഇതിലിപ്പം നിങ്ങളത് നോക്കണ്ട, നമുക്ക് അങ്ങനെ ഒരു ചോദ്യം വരുന്നതുമില്ല. നമുക്ക് ഇൻഫിനിറ്റീസ്, ബെയർ ഇൻഫിനിറ്റീസ് ഒന്നും നമുക്കിപ്പോൾ പഠിക്കേണ്ട നിങ്ങൾക്ക്. അപ്പോൾ ഇതിനെയൊക്കെ പറയുന്നത് ബെയർ ഫോമാണ്. കാഴ്ചയിൽ രണ്ടും ഒരുപോലെയാണെങ്കിലും വ്യത്യാസമാണ്. ഓക്കെ, അപ്പോൾ നോക്കിയാണ് നമ്മളിവിടെ പഠിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു V1 ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലറി ഏതാണെന്ന് പറഞ്ഞു, ഡു ആണ്. എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഡസ് ആണ്. കഴിഞ്ഞിട്ട് V1 പോലത്തെ ഒരു രൂപം, V0 ഫോം എന്നാണ് അതിനെ പറയുന്നത്. നമ്മളിപ്പോൾ V1 എന്ന് പഠിച്ചാൽ മതി. ഇപ്പോൾ V1 പോലെ വരുന്ന ഒരു രൂപം വരും. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ പറയാൻ കൂട്ടില്ല. രണ്ടാമത്തെ ഒരു ഇക്വേഷനാണ് സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. എന്നു പറയാം സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ എന്തെന്ന് പറഞ്ഞു കൂട്ടില്ലേ? തന്നിരിക്കുന്ന സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ എൻ്റെ ഇക്വേഷൻ എങ്ങനെ? സബ്ജക്റ്റ് പ്ലസ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, അല്ലെങ്കിലോ സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. V1 പ്ലസ് ഒബ്ജക്റ്റ്. ഇനി ഇവ എങ്ങനെ എഴുതുമെന്ന് പഠിച്ചേ. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ, സിംഗുലാർ സബ്ജക്റ്റുകളാണെങ്കിൽ അതിനോടൊപ്പം വരുന്നതാണ് എന്ത് ചെയ്യുന്നു? സിംഗുലാർ സബ്ജക്റ്റുകളാണെങ്കിൽ, സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ അതിനോടൊപ്പം എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ എഴുതുക. ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ അതിനോടൊപ്പം V1 എഴുതുക. നമ്മൾ പറഞ്ഞത് സിംഗുലാർ സബ്ജക്റ്റ് ആണെങ്കിൽ എന്തെഴുതണം കൂട്ടില്ലേ? എസ്സിൽ അവസാനിക്കുന്ന വെർബായിരിക്കണം ഉത്തരമായിട്ട് വരേണ്ടത്. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ V1 ആണ് അവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ സിംഗുലാർ സബ്ജക്റ്റ് ആണെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ എന്ത് എഴുതാൻ പറഞ്ഞു? V1. ഈ ഇക്വേഷന്റെ കാര്യം കൂടെ ഒന്ന് സംസാരിക്കാം. എങ്ങനെ പറയാം? ഇതിലെ ഡു എന്ന് പറയുന്ന പ്ലൂറലാണ്, ഡസ് എന്ന് പറയുന്ന സിംഗുലാർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ എസ് എന്ത് ചെയ്യുന്നു? ഡസ് പ്ലസ് V1 എഴുതാം. ഡസ് പ്ലസ് V1. ഇതില്ല എങ്കിൽ നമുക്ക് ഇത് എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഡു പ്ലസ് V1 എഴുതാം. ഡു പ്ലസ് V1 എഴുതാം. ഓക്കെ, ഒന്ന് പറഞ്ഞേ കുട്ടികളെ. നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റിന്റെ സെന്റൻസ് മേക്ക് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് പറഞ്ഞത്. സബ്ജക്റ്റ് പ്ലസ് V1 ഓർ എസ്സിൽ അവസാനിക്കുന്ന വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അല്ലെങ്കിലോ സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് V1. ഡു ഓർ ഡസ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ ഉപയോഗിക്കുക. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ V1 ഉപയോഗിക്കുക. ഇനി സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഡസ് ഉപയോഗിക്കാം. ഡസ് പ്ലസ് V1 എഴുതാം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഡു പ്ലസ് V1. രണ്ടും സെയിം ഇത് തന്നെയാണ്, സെയിം ഇക്വേഷൻസ് ആണ്. V1 ഒളിഞ്ഞിരിക്കുന്നത് ഡു ആണ്, അതുകൊണ്ട് ഡു പ്ലസ് V1. എസ്സിനകത്തോ അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബിൽ ഒളിഞ്ഞിരിക്കുന്നത് ഡസ് ആണ്, അതുകൊണ്ട് ഡസ് പ്ലസ് V1 അവിടെ വരുന്നു. ക്ലിയർ ആണോ കുട്ടികളെ? ഇത് ഇക്വേഷൻ. നോക്കിയേ, ഉദാഹരണം നോക്കിയേ. നമ്മൾ ഇത് വെച്ചിട്ട് എഴുതിയ സെന്റൻസുകളുടെ ഉദാഹരണം നോക്കിയേ. ഹി സിങ്സ് എ സോങ്. കണ്ടല്ലോ, ഹി സിംഗുലാർ ആയതുകൊണ്ട് സിങ്സ് എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഉപയോഗിച്ചിരിക്കുന്നു. എ സോങ് ഒബ്ജക്റ്റ് ആണ്. ഇനി അതേപോലെ നമുക്ക് ഹി ഡസ് സിങ് എ സോങ്. നമുക്ക് ഡസ് വെച്ചിട്ട് എഴുതിയിരിക്കുന്നു. ഡസ് കഴിഞ്ഞിട്ട് V1 എഴുതിയിരിക്കുന്നു. സിങ് എ സോങ്. കണ്ടല്ലോ. അപ്പോൾ ചിലവർക്ക് ഡൗട്ട് വരും, ഇവിടെ സിങ് എസ്സിൽ അവസാനിച്ചില്ലേ, ഇവിടെ എസ് ഇല്ലല്ലോ എന്ന്. അപ്പോൾ അത് ഡു ഡസ് ഡിഡ് കഴിഞ്ഞാൽ വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം? V1 ഫോമുകളായിരിക്കും. V1 അല്ല, സത്യത്തിൽ V0 ഫോം എന്നാണ് പറയുന്നത്. കാഴ്ചയിൽ നമ്മൾ രണ്ടും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളിപ്പോൾ അങ്ങനെ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ V1 ഫോമുകളാണ്. ഇനി അതേപോലെ ദേ സിങ് എ സോങ്. നമുക്ക് ദേ പ്ലൂറലാണ്, സിങ് എന്ന് പറയുന്ന വെർബ് V1 ആണ്, പ്ലൂറലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. എ സോങ് ഒബ്ജക്റ്റ് ആണ്. ഇനി അതേ സെന്റൻസ് മാറ്റി എങ്ങനെ എഴുതാം? ദേ ഡിഡ് അല്ല, ദേ ഡിഡ് അല്ല, ദേ ഡു സിങ് എ സോങ്. ദേ ഡു സിങ് എ സോങ്. ഡിഡ് അല്ല, ദേ ഡു സിങ് എ സോങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ദേ ഡു സിങ് എ സോങ്. ക്ലിയർ ആണോ കുട്ടികളെ? അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇക്വേഷനുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒരു സെന്റൻസ് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരും ചിലപ്പം. എന്ത് ചെയ്യുന്നു? ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിനെ എന്തിലോട്ട് മാറ്റാൻ വേണ്ടി പറയും? പ്രസന്റ്, സിമ്പിൾ പ്രസന്റിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ യൂസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഉത്തരമായിട്ട് എഴുതണം. V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഉത്തരമായിട്ട് എഴുതണം. ഇതൊക്കെ ഡു ഡസ് പൊതുവേ വരുന്നത് നെഗറ്റീവ് മീനിങ്, ഒരു സെന്റൻസിന്റെ നെഗറ്റീവ് മീനിങ്. ഹി ഡു നോട്ട് ഗോ ടു സ്കൂള്. ഹി ഡു നോട്ട് ഗോ ടു സ്കൂള്. എന്ത് ചെയ്യുന്നൂടെ? ഹി ഡു നോട്ട് അല്ല, ഡസ് നോട്ട് ഗോ ടു സ്കൂള്. ഹി ഡസ് നോട്ട് ഗോ ടു സ്കൂള്. ദേ ഡു നോട്ട് സിങ് എ സോങ്. ദേ ഡോണ്ട് സിങ് എ സോങ്. ഡു നോട്ട്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് മീനിങ് ഉണ്ടാക്കാനാണ് ഡു ഡസ് വെച്ചിട്ടൊക്കെ പൊതുവേ സെന്റൻസ് ഉണ്ടാക്കുന്നത്.
നിങ്ങൾക്ക് ചോദ്യങ്ങളിലെല്ലാം ഇപ്പോഴും വരുന്ന V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് എഴുതണം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഒന്ന് പറഞ്ഞ കുട്ടികളെ, സിമ്പിൾ പ്രസന്റിന്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? സബ്ജക്റ്റ് പ്ലസ് V1 ഓർ എസ്സിൽ അവസാനിക്കുന്ന വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അതല്ല എങ്കിലോ സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് V1, ഡു ഓർ ഡസ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ പറഞ്ഞ എങ്ങനെയായിരുന്നു? രണ്ടാമത് പറഞ്ഞത് തന്നിരിക്കുന്ന ചോദ്യത്തിൽ സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എസ്സിൽ അവസാനിക്കുന്ന വെർബ്. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ എന്ത് എഴുതാന്ന് പറഞ്ഞു കൂട്ടില്ലേ? V1 ഉത്തരമായിട്ട് എഴുതാം. ഇനി ഡു ഡസിന്റെ കാര്യത്തിലാണെങ്കിലോ സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഡസ് പ്ലസ് V1, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഡു പ്ലസ് V1 അവിടെ എഴുതാമെന്നും പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തതിലേക്ക് പോവാം. നോക്കിയേ, ഇനി ചില വാക്കുകൾ വരുന്ന സെന്റൻസ് എല്ലാം സിമ്പിൾ പ്രസന്റ് ആണ്. ചില വാക്കുകൾ വരുന്ന സെന്റൻസ് എല്ലാം സിമ്പിൾ പ്രസന്റ് ആണ്. ഇന്ന വാക്ക്, അതായത് സിമ്പിൾ പ്രസന്റിനെ സൂചിപ്പിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ കോഡ് വെച്ചിട്ടൊന്ന് പഠിക്കുക. നിങ്ങൾ എന്തെന്ന് പഠിക്കുക? എൻ്റെ സോളി പ്ലസ് വൈ സ്മോൾ ലെറ്റർ ആണേ, എൻ്റെ സോളി പ്ലസ് V1 ഓർ എസ്. അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഡു ഓർ ഡസ്, ഡു ഓർ ഡസ് പ്ലസ് V1 എന്നും പറയാം. ഡു ഓർ ഡസ് പ്ലസ് V1. ഇപ്പോൾ V1 ഓർ എസ് ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഡു ഓർ ഡസ് അങ്ങനെ ഓപ്ഷനിലൊന്നും വരില്ല, ഓപ്ഷൻ ആണെങ്കിലും വരില്ല. നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ സിമ്പിൾ പ്രസന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെല്ലാം എന്തുപയോഗിച്ചാൽ ഡു അല്ലെങ്കിൽ V1 അല്ലെങ്കിൽ എസ് വെച്ചിട്ടുള്ള ഉത്തരങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് പഠിച്ച കോഡ് ഏതായിരുന്നു കൂട്ടില്ലേ? എൻ്റെ സോളി പ്ലസ് V1 ഓർ എസ്. ഒരു തവണയും കൂടെ പറഞ്ഞേ, എൻ്റെ സോളി പ്ലസ് V1 ഓർ എസ്. ഇപ്പോൾ സിമ്പിൾ പ്രസന്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഈയിൽ വരുന്ന വാക്കാണ് എവരി. ഈയിൽ വരുന്ന വാക്ക് ഏതാണ് കൂട്ടില്ലേ? എവരി. ഇപ്പോൾ ഒരു സെൻറ്റൻസിനകത്ത് എവരി വന്നിട്ടുണ്ടെങ്കിൽ ആ സെൻറ്റൻസ്, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ അല്ലെങ്കിൽ നമുക്ക് ബ്രാക്കറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാക്കറ്റിൽ ഏതെങ്കിലും മെയിൻ വെർബ് തന്നിട്ട് അതിൻ്റെ ഉചിതമായിട്ടുള്ള രൂപം എഴുതുക. അപ്പോൾ ഈ ടൈമിംഗ് വേർഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ അതെല്ലാം നമുക്ക് പടപടാ കിട്ടും ഇല്ലേ? സബ്ജക്റ്റ് സിംഗുലാർ പ്ലൂറൽ നോക്കി അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ ഈയിൽ വരുന്ന വാക്ക് ഏതാണ്ടേ? എവരി. എന്നിൽ വരുന്ന വാക്ക് നെവർ. എന്നിൽ വരുന്ന വാക്ക് നെവർ. ടീയിൽ വരുന്ന രണ്ട് വാക്കാണ് ട്വൈസ്, ത്രൈസ്. ടീയിൽ വരുന്ന രണ്ട് വാക്ക് പറ. ട്വൈസ്, ത്രൈസ്. എന്നോടൊപ്പം ഇപ്പോൾ പഠിച്ചാൽ ആ വാക്കുകൾ അത്ര ഇപ്പം നിങ്ങൾക്ക് പഠിച്ചു തീർക്കാം. കുറച്ച് എന്നോടൊപ്പം പറഞ്ഞു നോക്കണേ. ഈയിൽ വരുന്ന വാക്ക് എവരി, എന്നിൽ വരുന്ന വാക്ക് നെവർ, ടീയിൽ വരുന്ന രണ്ട് വാക്കാണ് ട്വൈസ്, ത്രൈസ്. ട്വൈസ്, ത്രൈസ്. അടുത്ത എയിൽ വരുന്ന വാക്കാണ് ഓൾവേസ്. എയിൽ വരുന്ന വാക്ക് ഓൾവേസ്. അപ്പോൾ എൻ്റെയിൽ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ് കൂട്ടില്ലേ? ഈയിൽ വരുന്ന വാക്ക് എവരി, എന്നിൽ വരുന്ന വാക്ക് നെവർ, ടീയിൽ വരുന്ന രണ്ട് വാക്കാണ് ട്വൈസ്, ത്രൈസ്. ട്വൈസ്, ത്രൈസ്. എയിൽ വരുന്ന വാക്ക് ഓൾവേസ്. എയിൽ വരുന്ന വാക്ക് ഓൾവേസ്. ഒരു തവണയും കൂടെ പറ. ഈയിൽ വരുന്ന വാക്ക് എവരി, എന്നിൽ വരുന്ന വാക്ക് നെവർ, ടീയിൽ വരുന്ന രണ്ട് വാക്കാണ് ട്വൈസ്, ത്രൈസ്. എയിൽ വരുന്ന വാക്ക് ഓൾവേസ്. എസ്സിൽ വരുന്ന വാക്കാണ് സെൽഡം, സംടൈംസ്, സെവറൽ ടൈംസ്. പറഞ്ഞു കൂട്ടളെ, സെൽഡം, സംടൈംസ്, സെവറൽ ടൈംസ്. എസ്സിൽ മൂന്ന് വാക്കുകളാണ്. ഏതൊക്കെയാണ് വാക്കുകൾ? സെൽഡം, സംടൈംസ്, സെവറൽ ടൈംസ്. ഒരു തവണയും കൂടെ പറ. സെൽഡം, സംടൈംസ്, സെവറൽ ടൈംസ്. ഓയിൽ വരുന്ന രണ്ട് വാക്കാണ് വൺസ്, ഓഫൺ. പറഞ്ഞു കൂട്ടളെ, വൺസ്, ഓഫൺ. ഓയിൽ വരുന്ന രണ്ട് വാക്കുകൾ ഏതൊക്കെയുണ്ട്? വൺസ്, ഓഫൺ. ഓക്കെ, ഒരു തവണയും കൂടെ പറ. ഈയിൽ വരുന്ന വാക്ക് എവരി, എന്നിൽ വരുന്ന വാക്ക് നെവർ, ടീയിൽ വരുന്ന രണ്ട് വാക്കാണ് ട്വൈസ്, ത്രൈസ്. എയിൽ വരുന്ന വാക്ക് ഓൾവേസ്. എസ്സിൽ വരുന്ന മൂന്ന് വാക്കുകൾ ഏതൊക്കെ? സെൽഡം, സംടൈംസ്, സെവറൽ ടൈംസ്. സെൽഡം, സംടൈംസ്, സെവറൽ ടൈംസ്. അടുത്തത് ഓയിൽ വരുന്ന വാക്കാണ് വൺസ്, ഓഫൺ. ഓയിൽ വരുന്ന വാക്ക് വൺസ്, ഓഫൺ. അടുത്ത് നോക്കിയേ, എൽ വൈയിൽ അവസാനിക്കുന്ന, അതാണ് ഞാൻ വൈ സ്മോൾ ലെറ്റർ ഇടാൻ പറഞ്ഞ കാര്യം. എൽ വൈയിൽ അവസാനിക്കുന്ന വാക്കാണ്. എന്നോടൊപ്പം ഒന്ന് ഒരുമിച്ച് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പഠിച്ചു തീർക്കാം. നോക്കിയേ, ആദ്യത്തെ മൂന്ന് വാക്ക് ഒരുമിച്ച് പറയണേ. ഏതൊക്കെയാണ് ആ മൂന്ന് വാക്ക്? യൂഷ്വലി, ജനറലി, ഫ്രീക്വൻ്റ്ലി. ഒന്ന് പറഞ്ഞാൽ കൂട്ടില്ലേ? യൂഷ്വലി, ജനറലി, ഫ്രീക്വൻ്റ്ലി. ഒരു തവണ കൂടെ പറ. യൂഷ്വലി, ജനറലി, ഫ്രീക്വൻ്റ്ലി. ഒന്നും കൂടെ പറഞ്ഞേ. യൂഷ്വലി, ജനറലി, ഫ്രീക്വൻ്റ്ലി. അടുത്ത വാക്കാണ് ഒക്കേഷണലി, ഹാബിച്വലി, ഗ്രാജുവലി. മൂന്ന് വാക്ക് ഒരുമിച്ച് പറഞ്ഞേ. ഒക്കേഷണലി, ഹാബിച്വലി, ഗ്രാജുവലി. ഒന്നും കൂടെ പറ. ഒക്കേഷണലി, ഹാബിച്വലി, ഗ്രാജുവലി. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? റെഗുലർലി, റെയർലി. രണ്ട് വാക്കും കൂടെ പഠിച്ചോണേ. റെഗുലർലി, അതുപോലെ റെയർലി. റെഗുലർലി, റെയർലി. ആ രണ്ട് വാക്കും കൂടെ പഠിച്ചോണം.
പറഞ്ഞേ ഒന്നും കൂടെ. ആദ്യം പറഞ്ഞ 3 വാക്കുകൾ ഏതൊക്കെ? യൂഷ്വലി, ജനറലി, ഫ്രീക്വൻ്റ്ലി. അടുത്ത വാക്കാണെങ്കിലോ ഒക്കേഷണലി, ഹാബിച്വലി, ഗ്രാജുവലി. ഒക്കേഷണലി, ഹാബിച്വലി, ഗ്രാജുവലി, റെഗുലർലി, റെയർലി. അടുത്ത വാക്കേതാ? റെഗുലർലി, റെയർലി. അടുത്ത വാക്കാണ് മെയിൻലി, നോർമലി. മെയിൻലി, നോർമലി. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞേ. ആദ്യത്തെ 3 വാക്ക് യൂഷ്വലി, ജനറലി, ഫ്രീക്വൻ്റ്ലി. അടുത്ത വാക്കാണെങ്കിലോ ഒക്കേഷണലി, ഹാബിച്വലി, ഗ്രാജുവലി. 2 വാക്ക് ഞാൻ എഴുതി പറഞ്ഞ ഏതൊക്കെ വാക്കായിരുന്നു? റെഗുലർലി, റെയർലി. റെഗുലർലി, റെയർലി. അതുപോലെ മെയിൻലി, നോർമലി. ഏതൊക്കെ? മെയിൻലി, നോർമലി. ഓക്കെ, ഇനി നോക്കിയാണേ ഇയർ ബേസിലെ വാക്കുകളാണ് കേട്ടോ. വർഷം ബേസിൽ നമ്മളൊരു വർഷം പറയുമ്പോഴേ കുട്ടികൾ, ഒരു വർഷം എന്ന് പറയുമ്പം വർഷത്തിനകത്ത് എന്ത് ചേർന്നാണ് വർഷമാകുന്നത്? മാസങ്ങൾ ചേർന്നാണ്. മാസമാണെങ്കിലോ ആഴ്ചകൾ ചേർന്നാണ്. ആഴ്ചകളാണെങ്കിലോ ദിവസങ്ങൾ ചേർന്നാണ്. ഇതിനെയൊക്കെ എൽവയിലാക്കി പറഞ്ഞാൽ മതി. വർഷത്തിന് നമുക്ക് ആനുവലി അല്ലെങ്കിൽ ഇയർലി എന്ന് പറയാം. ആനുവലി അല്ലെങ്കിൽ ഇയർലി. മന്തിന് നമുക്ക് മന്ത്ലി എന്ന് പറയാം. വീക്കിന് വീക്കിലി എന്ന് പറയാം. ഡെയിലി എന്ന് പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നു കൂട്ടില്ലേ? ആനുവലി, ഇയർലി, മന്ത്ലി, വീക്കിലി, ഡെയിലി. ഇങ്ങനെയാണെങ്കിൽ ആ വാക്കുകൾ എൽവയിൽ അവസാനിക്കുന്ന വാക്ക് മാത്രം ഒന്ന് പറഞ്ഞേ. യൂഷ്വലി, ജനറലി, ഫ്രീക്വൻ്റ്ലി. അടുത്ത വാക്കാണെങ്കിലോ ഒക്കേഷണലി, ഹാബിച്വലി, ഗ്രാജുവലി. 2 വാക്ക് എഴുതി പറഞ്ഞ വാക്കുകൾ ഏതൊക്കെ? റെഗുലർലി, റെയർലി. അടുത്ത വാക്കാണെങ്കിലോ മെയിൻലി, നോർമലി. മെയിൻലി, നോർമലി. ഇനി വർഷം ബേസിലെ വാക്കുകൾ പറ. ആനുവലി, ഇയർലി, മന്ത്ലി, വീക്കിലി, ഡെയിലി. കുട്ടികളെ ഈ വാക്കിൽ ഏതെങ്കിലും ഒന്ന് സെൻറ്റൻസിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഉത്തരം എന്തെഴുതാം? V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഉത്തരം എന്ത്? എൻ്റെ സോളി പ്ലസ് V1 ഓർ എസ്. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ, സിംഗുലാർ സബ്ജക്റ്റ് ആണെങ്കിൽ V1 ഉത്തരം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? സോറി, സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഉത്തരം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ V1 ഉത്തരം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാക്കുകൾ ഏതൊക്കെ പറഞ്ഞു കൂട്ടില്ലേ? എൻ്റെ സോളി പ്ലസ് V1 ഓർ എസ്. ഈയിൽ വരുന്ന വാക്ക് ഏത്? എവരി. എന്നാണെങ്കിലോ നെവർ. ടീയിൽ വരുന്ന 2 വാക്ക് പറ. ട്വൈസ്, ത്രൈസ്. എയിൽ വരുന്ന വാക്ക് ഓൾവേസ്. എസ്സിൽ വരുന്ന വാക്ക് ഏത്? സെൽഡം, സംടൈംസ്, സെവറൽ ടൈംസ്. ഓയിൽ 2 വാക്കാണ്. വൺസ്, ഓഫൺ. എൽവയിൽ അവസാനിക്കുന്ന വാക്കുകളെന്ന് പറഞ്ഞേ. യൂഷ്വലി, ജനറലി, ഫ്രീക്വൻ്റ്ലി, ഒക്കേഷണലി, ഹാബിച്വലി, ഗ്രാജുവലി. അതുപോലെ മെയിൻലി, നോർമലി. 2 വാക്ക് എഴുതി പറഞ്ഞ വാക്കുകളൊക്കെ റെഗുലർലി, റെയർലി. ഇനി വർഷം ബേസിലെ വാക്കുകൾ പറ. ആനുവലി, ഇയർലി, മന്ത്ലി, വീക്കിലി, ഡെയിലി. കുട്ടികളെ ഈ വാക്കുകൾ ഏതെങ്കിലും ഒന്ന് സെൻറ്റൻസിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് എന്തിനെ സൂചിപ്പിക്കും? സിമ്പിൾ പ്രസൻറ്റ്. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ, ടൈമിംഗ് വേർഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ചോദ്യം നോക്കാം. ചോദ്യം നോക്കിയാണ് കുട്ടികളെ. ഹി ഡാഷ് ന്യൂസ് പേപ്പർ ഡെയിലി. ഹി ഡാഷ് ന്യൂസ് പേപ്പർ ഡെയിലി. നിങ്ങൾ ഇതിനെ പറഞ്ഞു നോക്കിയാണ് കുട്ടികളെ. നോക്ക്, ഹി സബ്ജക്റ്റ് ആണ്. ഇനി അതേപോലെ ഡെയിലി എന്ന് പറയുന്ന വാക്ക് വരുന്നുണ്ട്. സെൻറ്റൻസ് ഏതാണെന്ന് പറഞ്ഞു കുട്ടികളെ? സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പോൾ നമുക്ക് റീഡ് എന്ന് പറയുന്ന വാക്ക് വെച്ചിട്ട് ഫില്ലപ്പ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഏത് പറയാം? റീഡിനോടൊപ്പം ഏത് ചേർക്കും കുട്ടികളെ? റീഡ് V1 ആണ്. നമുക്ക് ഇപ്പോൾ ഡെയിലി വരുന്നുണ്ട്. V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് നമുക്ക് അവിടെ വരാം. ഇനി നോക്കിയേ, ഹി സിംഗുലാർ ആയതുകൊണ്ട് എസ്സിൽ അവസാനിക്കുന്ന വെർബ്. അതുകൊണ്ട് നമുക്ക് അവിടെ ഉത്തരം ഏത് വരുന്നു? റീഡ് ഉത്തരമായിട്ട് വരുന്നു. സോറി, റീഡ്സ് ഉത്തരമായിട്ട് വരുന്നു. എന്ത് വരുന്നു കുട്ടികളെ? റീഡ്സ് ഉത്തരമായിട്ട് വരുന്നു. ക്ലിയർ ആണോ? എളുപ്പമാണ്. നോക്കി അടുത്ത ചോദ്യം നോക്കിയേ. വി ഡാഷ് ടു ഔട്ട് ഓഫീസ് റെഗുലർലി. റെഗുലർലി നമ്മൾ എഴുതി പറഞ്ഞ 2 വാക്കുകളിൽ ഒന്നാണ് റെഗുലർലി. അപ്പോൾ നോക്കിയാണ്ടേ, തന്നിരിക്കുന്നതിൽ റെഗുലർലി ആണ് തന്നിരിക്കുന്നത്. റെഗുലർലി വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ ഉത്തരം എഴുതാം. നമുക്കിവിടെ കമ്മാണ് തന്നിരിക്കുന്നത്. കം എന്ന് പറയുന്നത് V1 ആണ്. ഇനി നോക്കിയേ, സബ്ജക്റ്റ് നോക്കിയേ, സബ്ജക്റ്റ് V ആണ് കിടക്കുന്നത്. V പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ V1 തന്നെ എഴുതണം. അപ്പോൾ നമുക്ക് ഉത്തരം ഏത് തന്നെ വരും? കമ്മ് തന്നെ അവിടെ ഉത്തരമായിട്ട് വരുന്നു. കമ്മ് V1 ആണ്. ഈ കമ്മിൻ്റെ 3 രൂപം പറഞ്ഞാൽ ഉള്ളേ. കമ്മ്, അതേപോലെ കെയിം. 2ാമത്തെ രൂപമാണ് കെയിം. 3ാമത്തത് കമ്മ് തന്നെയാണ് കേട്ടോ. V3 കമ്മ്. അടിച്ചു വെച്ചോ. അടുത്ത നോക്കിയേ, 1-2 ചോദ്യം കൂടെ നോക്കിയാണ് കുട്ടികളെ. നോക്കിയേ അടുത്ത ചോദ്യം. ഹി യൂഷ്വലി, നിങ്ങൾ തന്നെ പറയണേ. ഹി യൂഷ്വലി ഡാഷ് മലയാളം സോങ്.
ഹി യൂഷ്വലി ഡാഷ് മലയാളം സോങ്. ഹി യൂഷ്വലി ഡാഷ് മലയാളം സോങ്. ബ്രാക്കറ്റിൽ സിംഗ് എന്ന് തന്നിട്ടുണ്ട്. ഉത്തരം പറഞ്ഞു വയ്ക്കാനുണ്ടല്ലേ. ഹി യൂഷ്വലി ഡാഷ് മലയാളം സോങ്. ബ്രാക്കറ്റിൽ സിംഗ് എന്ന് തന്നിട്ടുണ്ട്. ഏതെഴുതും നമുക്ക്? യൂഷ്വലി വരുന്നുണ്ട്. സെന്റൻസ് ഏതാണെന്ന് പറയാം കൂട്ടല്ലേ? സിമ്പിൾ പ്രസന്റ് ആണെന്ന് പറയാം. യൂഷ്വലി വരുന്നുണ്ട് സെന്റൻസ് ഏതാണ് കൂട്ടല്ലേ? സിമ്പിൾ പ്രസന്റ് ആണ്. ഇനി ഹി സബ്ജക്റ്റ് സിംഗുലാർ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഉത്തരം സിംഗിന്റെ ഏത് രൂപം എഴുതുക? സിങ്സ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. എന്ത് വരുന്നു കൂട്ടല്ലേ? സിങ്സ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ചോദ്യം നോക്കിയേ. ഹി, നിങ്ങൾ ഇതിനെ പറയാം. ഹി ഡാഷ് ട്വൈസ് ഇൻ എ ഡേ. ഹി ഡാഷ് ട്വൈസ് ഇൻ എ ഡേ. ബ്രാക്കറ്റിൽ ബ്രഷ് ആണ് കിടക്കുന്നത്. ബ്രഷ്. നിങ്ങൾ എന്നെ പറ കൂട്ടല്ലേ, ഏതാണ് ഉത്തരം വരുന്നത്? ഹി ഡാഷ് ട്വൈസ് ഇൻ എ ഡേ. നോക്കട്ടെ, ഇവിടെ ട്വൈസ്, ത്രൈസ്, വൺസ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏതാണെന്ന് പറഞ്ഞു? സിമ്പിൾ പ്രസന്റ് ആണെന്ന് പറഞ്ഞു. V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന പറഞ്ഞു. ഹി സിംഗുലാർ ആയതുകൊണ്ട് ബ്രഷിന്റെ ഏത് രൂപം വരുന്നു? ബ്രഷ് ചെയ്യുന്നു. ബ്രഷസ് എന്ത് ചെയ്യുന്നു? ബ്രഷസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ബ്രഷസ് വരുന്നു. മനസ്സിലായ? അപ്പൊ നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് ആണ് പറഞ്ഞത്. ഇങ്ങനെ പറയാൻ കൂട്ടല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് സെന്റൻസിന് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇക്വേഷൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു, സബ്ജക്റ്റ് പ്ലസ് V1 ഓർ എസ്സിൽ അവസാനിക്കുന്ന വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. നമുക്ക് സത്യത്തിൽ ആ V1 ഓർ എസ് മാത്രം മതി. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ ഒന്നും പഠിക്കണ്ട. സബ്ജക്റ്റും ഒബ്ജക്റ്റും എല്ലാ സെന്റൻസിലും വരുന്നതാണ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് V1 ഓർ എസ്സിൽ അവസാനിക്കുന്ന വെർബ്. അങ്ങനെയാണെങ്കിൽ ഡു ഡസ് വെച്ചിട്ട് എങ്ങനെ പറയാം? സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഏതെഴുതാന്ന് പറഞ്ഞു? എസ്സിൽ അവസാനിക്കുന്ന വെർബ്. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ V1 എഴുതാം. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഡു ഡസിൽ ഏതെഴുതാം? ഡസ് പ്ലസ് V1. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ ഡു പ്ലസ് ഏതെഴുതാൻ പറ്റില്ലേ? V1 അവിടെ ഉത്തരമായിട്ട് എഴുതാം. ഇനി സിമ്പിൾ പ്രസന്റിൽ ടൈമിംഗ് വേർഡിന് പറഞ്ഞ എന്ത് ചെയ്യുന്നുടെ വേർഡ്സ് ഏതൊക്കെയാണ്? വേർഡിന് പറഞ്ഞ കോഡ് ഏതായിരുന്നു കൂട്ടില്ലേ? എൻ്റെ സോളി പ്ലസ് V1 ഓർ എസ്. ഇയിൽ വരുന്ന വാക്ക് ഏതാണ്? എവരി. എന്നാണെങ്കിലോ നെവർ. ടീയിൽ വരുന്ന വാക്കാണെങ്കിലോ ട്വൈസ്, ത്രൈസ്. എ ആണെങ്കിലോ ഓൾവേസ്. എയിൽ വരുന്ന വാക്ക് ഓൾവേസ്. എസ്സിൽ വരുന്ന വാക്കാണെങ്കിലോ സെൽഡം, സംടൈംസ്, സെവറൽ ടൈംസ്. ഓയിൽ വരുന്ന രണ്ട് വാക്ക് പറ. വൺസ്, ഓഫൺ. എൽവയിൽ അവസാനിക്കുന്ന വാക്കുകൾ യൂഷ്വലി, ജനറലി, ഫ്രീക്വൻ്റ്ലി. അടുത്ത വാക്കാണെങ്കിലോ ഒക്കേഷണലി, ഹാബിച്വലി, ഗ്രാജുവലി. രണ്ട് വാക്ക് എഴുതി ചേർത്ത വാക്കുകൾ ഇതൊക്കെയായിരുന്നു. റെഗുലർലി, റെയർലി, മെയിൻലി, നോർമലി. വർഷം ബേസിലെ വാക്കുകൾ പറ. ആനുവലി, ഇയർലി, മന്ത്ലി, വീക്കിലി, ഡെയിലി. വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏതാണെന്ന് പറഞ്ഞു? V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്നവർ. രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആണോ വീട്ടിലെ? അടുത്തേക്ക് പോവാം. നോക്കിയേ, നമുക്ക് ഒരുമിച്ച് ചോദ്യങ്ങൾ ചെയ്യാം. അടുത്ത നോക്കിയോണേ. തന്നിരിക്കുന്ന സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്ന മറ്റൊരു കണ്ടീഷനാണ്. തന്നിരിക്കുന്ന ചോദ്യം യൂണിവേഴ്സൽ ട്രൂത്തിനെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രകൃതി സത്യങ്ങളെ കുറിക്കുന്ന ആ കാര്യം, അല്ലെങ്കിൽ സയന്റിഫിക് ഫാക്ട്സ് ആണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നൂടെ നമ്മളിപ്പോൾ ശാസ്ത്രീയപരമായി തെളിയിച്ച കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ പ്രോവർബുകളാണ് വന്നിരിക്കുന്നത്, പഴഞ്ചൊല്ലുകൾ. അല്ലെങ്കിൽ കോമൺ ഫാക്ട്സ്, സാധാരണ കോമൺ ആയിട്ട് ഉള്ള കാര്യങ്ങൾ, മാറ്റമില്ലാത്ത കാര്യങ്ങൾ. അല്ലെങ്കിൽ ക്വാട്സ്, മഹത് വചനങ്ങൾ. ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൂട്ടില്ലേ? യൂണിവേഴ്സൽ ട്രൂത്ത്, സയന്റിഫിക് ഫാക്ട്സ്, പ്രകൃതി സത്യങ്ങളെ കുറിക്കുന്ന കാര്യങ്ങൾ. പിന്നെ സയന്റിഫിക് ഫാക്ട്സ് എന്ത് ചെയ്യുന്നു? സാധാരണ നമ്മൾ ശാസ്ത്രീയപരമായി തെളിയിച്ചിട്ടുള്ള കാര്യങ്ങൾ. പ്രോവർബുകൾ. പിന്നെ അതേപോലെ കോമൺ ഫാക്ട്സ്, പൊതുവേ പറയുന്ന മാറ്റമില്ലാത്ത കാര്യങ്ങൾ. ക്വാട്സ് എന്ത് ചെയ്യും? നമ്മുടെ മഹത് വചനങ്ങൾ. ഇതിലേതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. അതെന്തായിരിക്കും കൂട്ടല്ലേ? സിമ്പിൾ പ്രസന്റ്. V1 ഓർ എസ് അവിടെ ഉത്തരമായിട്ട് എഴുതണം. എന്തെഴുതണം കൂട്ടല്ലേ? V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്. സബ്ജക്റ്റ് നോക്കി അങ്ങ് എഴുതിയാൽ മതി. അതായത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും എന്നർത്ഥം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ഓർമ്മയിലിരിക്കണേ. അപ്പം നമ്മളെന്നു പറഞ്ഞു, തന്നിരിക്കുന്ന ചോദ്യം നാച്ചുറൽ ട്രൂത്തിനെ സംബന്ധിക്കുന്നു, സയന്റിഫിക് ഫാക്ട്സിനെ സംബന്ധിക്കുന്നു, പ്രോവർബുകളെ കുറിക്കുന്ന സെന്റൻസ്, അല്ലെങ്കിൽ എന്ത് ചെയ്യും? കോമൺ ഫാക്ട്സുകൾ അല്ലെങ്കിൽ കോട്ട്സ് എന്നിവയെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ എന്തുപയോഗിക്കുക? സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് നോക്കിയിട്ട് വെർബ് എഴുതുക. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ എന്തെഴുതുക? എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ എഴുതുക. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ V1 എഴുതുക. ഓക്കെ, നോക്കാം ചോദ്യം. നോക്കിയേ, പ്രീവിയസ് ചോദ്യമാണ്.
ദ എർത്ത് ഡാഷ് എറൗണ്ട് ദ സൺ. ദ എർത്ത് ഡാഷ് എറൗണ്ട് ദ സൺ. റിവോൾവ് എന്ന വെർബ് തന്നിട്ടുണ്ട്, ഇത് വെച്ചിട്ട് ഫില്ല് ചെയ്യാനാണ്. നമുക്ക് സൂര്യൻ ഭൂമിയെ അല്ലെങ്കിൽ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു. ഇതൊരു നാച്ചുറൽ ട്രൂത്ത് അല്ലേ? നോക്ക്, ദ എർത്ത് എന്ന് പറയുന്നത് സിംഗുലാർ ആണ്, അതുകൊണ്ട് നമുക്ക് റിവോൾവ് എന്തായിട്ട് മാറുന്നു? V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് എഴുതാം. എർത്ത് സിംഗുലാർ ആയതുകൊണ്ട് റിവോൾവ്സ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. റിവോൾവ്സ് ഉത്തരമായിട്ട് വരുന്നു, എസ്സിൽ അവസാനിക്കുന്ന വെർബ്. അടുത്ത് നോക്കിയാണ്ടേ, ബാർക്കിംഗ് ഡോഗ് സെൽഡം ഡാഷ്. ബാർക്കിംഗ് ഡോഗ് സെൽഡം ഡാഷ്. ഇതൊരു പ്രോവർബല്ലേ കുട്ടികളെ? പ്രോവർബല്ലേ, പഴഞ്ചൊല്ല്. അതുകൊണ്ട് അതെന്തായിരിക്കണം? സിമ്പിൾ പ്രസന്റ്. V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്. ബൈറ്റ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ഡോഗ് സിംഗുലാർ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഉത്തരം എന്തെഴുതാം? ബൈറ്റ്സ് ഉത്തരമായിട്ട് എഴുതാം. ഡോഗ് സിംഗുലാർ ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ബൈറ്റ്സ് അവിടെ ഉത്തരമായിട്ട് എഴുതാം. നോക്കിയ ചോദ്യം, വാട്ടർ ഡാഷ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. 100 ആണേ, 100 ഡിഗ്രി സെൽഷ്യസ്. വാട്ടർ ഡാഷ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. കണ്ടല്ലോ, വാട്ടർ ഡാഷ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. കണ്ടല്ലോ, ഇവിടെ വാട്ടർ എന്ന് പറയുന്നത് ദി അൺകൗണ്ടബിൾ നൗൺ ആണ് അല്ലേ? അൺകൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ എണ്ണാൻ കഴിയാത്ത നാമം. നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു കൗണ്ടബിൾ നൗൺ എന്താണ്, അൺകൗണ്ടബിൾ നൗൺ എന്താണ്. അപ്പോൾ അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗൺ കഴിഞ്ഞാൽ സിംഗുലാർ ആണ് ഉത്തരം അല്ലേ? അപ്പോൾ അതൊരു കോമൺ ഇത് ചെയ്യുന്നുണ്ട്, അതൊരു സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് കാര്യമാണ്. ഇപ്പോൾ ബോയിലാണ് കിടക്കുന്നത്, നമ്മൾ എന്ത് ഉത്തരം എഴുതുന്നു? ബോയിൽസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. എന്ത് വരുന്നു കൂട്ടില്ലേ? ബോയിൽസ് ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത് പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്ന രണ്ടാമത് അടുത്ത് പറഞ്ഞ കാര്യം എന്താണ്? നാച്ചുറൽ ട്രൂത്തുകളെ സംബന്ധിക്കുന്ന സെനൻസ്, പ്രോവെർബുകളെ സംബന്ധിക്കുന്ന സെനൻസ്, ക്വാട്സ് എന്ത് ചെയ്യുന്നു, പിന്നെ അതേപോലെ സയന്റിഫിക്കലി പ്രൂവ്ഡ് തിങ്സ്, കോമൺ ഫാക്ട്സ് എന്നിവയെ സൂചിപ്പിക്കുന്ന സെനൻസ് എപ്പോഴും എന്തായിരിക്കണം? സിമ്പിൾ പ്രസന്റ് ആയിരിക്കണം. മറക്കില്ലല്ലോ. ഇപ്പോൾ സിമ്പിൾ പ്രസന്റ് പറഞ്ഞ 3 ടൈപ്പാണ് ഞാൻ പറഞ്ഞു തന്നത്. ഒന്നാമത് പറഞ്ഞത് സബ്ജക്റ്റ് പ്ലസ് ഈ V1 ഓർ എസ്സിൽ അവസാനിക്കുന്ന വെർബുള്ള സബ്ജക്റ്റ്, അമ്മാതിരി ചോദ്യങ്ങൾ വരും. ഓക്കെ, അതായത് ഇന്റർചേഞ്ചിങ് സെനൻസസ് ആണ് വരുന്നത്. പൊതുവേ സെനൻസ് ഒരു നിന്ന് മറ്റൊന്നിലോട്ട് മാറ്റുക. രണ്ടാമത് പഠിച്ചത് നമ്മൾ ഏത് പറഞ്ഞു കൂട്ടല്ലേ? ടൈമിംഗ് വേർഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. അതാണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചോദ്യങ്ങൾ കൂടുതലും വരുന്ന അത്തരത്തിലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? എൻ്റെ സോളി പ്ലസ് V1 ഓർ എസ്. ഈയിൽ വരുന്ന വാക്കേതാ? എവരി. എന്നാണെങ്കിലോ ഉറച്ച് എന്നോടൊപ്പം പറഞ്ഞ് നെവർ. ടീയിൽ വരുന്ന 2 വാക്കേതാ? ട്വൈസ്, ത്രൈസ്. എ ആണെങ്കിൽ ഓൾവേസ്. എസ്സിൽ വരുന്ന വാക്കേതാ? സെൽഡം, സംടൈംസ്, സെവറൽ ടൈംസ്. ഓക്കെ, ഓയിൽ വരുന്ന 2 വാക്കേതാ? ഓയിൽ വരുന്ന വൺസ്, ഓഫൺ. എൽവയിൽ അവസാനിക്കുന്ന വാക്കുകൾ പറ? യൂഷ്വലി, ജനറലി, ഫ്രീക്വൻ്റ്ലി. അടുത്ത 3 വാക്ക് പറ? ഒക്കേഷണലി, ഹാബിച്വലി, ജനറലി. എന്ത് ചെയ്യുന്നോടെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നോടെ? യൂഷ്വലി, ജനറലി അല്ല, ഗ്രാജുവലി. അതുപോലെ 2 വാക്ക് എഴുതി പറഞ്ഞ വാക്കുകൾ ഏതൊക്കെയായിരുന്നു? റെഗുലർലി, റെയർലി. അത് എഴുതിക്കോണേ, റെഗുലർലി, റെയർലി. അടുത്തത് നോർമലി, മെയിൻലി. ഇനി ഇയർ ബേസിലെ വാക്കുകൾ പറ? ആനുവലി, ഇയർലി, മന്ത്ലി, വീക്കിലി, ഡെയിലി. വാക്കുകളൊന്നും ഉത്തരം ഏതാണെന്ന് പറഞ്ഞു? V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്നത്. അടുത്ത് പറഞ്ഞതോ? നാച്ചുറൽ ട്രൂത്ത്, പ്രോവെർബ്, ക്വാട്സ്, സയന്റിഫിക്കലി പ്രൂവ്ഡ് തിങ്സ്, കോമൺ ഫാക്ട്സ്. എന്ത് സെനൻസുകളായിരിക്കും എന്ന് പറഞ്ഞു? സിമ്പിൾ പ്രസന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇത് ഫ്യൂച്ചറുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്ന സാധനമാണ്, എന്നാലും പഠിച്ചു വെച്ചിരിക്കുക. വളരെ ഭാവിയിൽ നടക്കാൻ പോകുന്നതും എന്നാൽ മുൻകൂട്ടി തീരുമാനിച്ചതുമായ കാര്യങ്ങൾ സിമ്പിൾ പ്രസന്റ് പറയുന്നു. എന്ത് പറഞ്ഞു കൂട്ടല്ലേ? നമ്മൾ ഭാവിയിൽ നടക്കാൻ പോകുന്നതും എന്നാൽ മുൻകൂട്ടി തീരുമാനിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ സിമ്പിൾ പ്രസന്റ്. നിങ്ങൾക്ക് എളുപ്പമാണത്. എങ്ങനെ കിട്ടുമെന്ന് അറിയാമോ? ഈ ടുമോറോ എന്ന് പറയുന്ന വാക്ക്, ടുമോറോ, നെക്സ്റ്റ് എന്ന വാക്ക്, സൂൺ എന്ന വാക്ക്, ഇതൊക്കെ വരുന്ന സെന്റൻസ് എന്ന് പറയുന്ന ഫ്യൂച്ചറാണ്. ഇത് വരുന്ന സെന്റൻസ് ഫ്യൂച്ചറാണ്. അപ്പോൾ അവിടെ ഉത്തരം വരേണ്ടത് ഏതാണ് കൂട്ടില്ലേ? ഇവിടെ ഉത്തരം വരേണ്ടത് വിൽ അല്ലെങ്കിൽ ഷാൾ പ്ലസ് വി ആണ്. വിൽ അല്ലെങ്കിൽ ഷാള് പ്ലസ് വി ആണ്. നിങ്ങൾക്ക് ഫ്യൂച്ചർ ടെൻസ് പഠിക്കാനില്ല, അപ്പോൾ അത് ഉത്തരം വരുമോ അവിടെ? ഇല്ല, അങ്ങനെ ഒരു ചോദ്യം വരത്തുമില്ല. അപ്പം ടുമോറോ, നെക്സ്റ്റ്, സൂണ് ഇങ്ങനെയുള്ള വാക്കുകൾ, അതുപോലെ 2026 ഇത് ചെയ്യുന്നു, വരാൻ പോകുന്ന വർഷം, ഇത്തരത്തിലുള്ള വാക്കുകൾ ഒരു സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഉത്തരം വിൽ അല്ലെങ്കിൽ ഷാൾ പ്ലസ് V1 ആണ് എഴുതേണ്ടത്. വിൽ ഓർ ഷാൾ പ്ലസ് V1 ആണ് എഴുതേണ്ടത് അല്ലേ? അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക, നമ്മൾ പറയുന്നത് ഭാവിയിൽ നടക്കാൻ പോകുന്നതും എന്നാൽ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചതുമായ കാര്യങ്ങൾ സിമ്പിൾ പ്രസൻറ്റിൽ പറയണം. അതായത് ഇത്രയേ ഉള്ളൂ. ടുമോറോ, നെക്സ്റ്റ്, സൂണ്, 2026 ഈ വാക്കുകൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന വാക്കാണ്. ഈ വാക്കുകൾ വരുന്ന സെൻസിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം?
സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് എന്തായാലും ഫ്യൂച്ചർ ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വാക്ക് വരുന്ന സെൻറ്റൻസ് തന്നിട്ട് യൂസ് വെർബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ് എന്തായാലും വരില്ല. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞത് ടുമോറോ ഇങ്ങനെ പഠിച്ചാൽ മതി, നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ടുമോറോ, നെക്സ്റ്റ്, സൂൺ, 2026 ഇങ്ങനെ വരുന്ന സെൻറ്റൻസുകൾ നമുക്ക് എന്തുത്തരം എഴുതാം? V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്. അതാണ് പ്രീ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻസ്. അതാണ് ഭാവിയിൽ നടക്കാൻ പോകുന്നതും നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചത് ഉറപ്പുള്ള കാര്യങ്ങൾ, നാളെ ഉറപ്പായി നടക്കുന്ന കാര്യങ്ങളെല്ലാം സിമ്പിൾ പ്രസൻറ്റ് പറയാം. എക്സാമ്പിൾ നോക്കിയാണ് കൂട്ടല്ലേ, നോക്കിയേ. ദ പ്രൈം മിനിസ്റ്റർ, പ്രീവിയസ് ചോദ്യമാണ്. ദ പ്രൈം മിനിസ്റ്റർ ഡാഷ് അല്ലെങ്കിൽ ദ പ്രൈം മിനിസ്റ്റർ ഡാഷ് ടുമോറോ ടു ഇനോഗ്രേറ്റ് ദ ഫംഗ്ഷൻ. കണ്ടല്ലോ, ടുമോറോ വരുന്ന സെൻറ്റൻസ് ആണ്. ടുമോറോ നമുക്കവിടെ ഉത്തരം വരേണ്ടത് വിൽ അല്ലെങ്കിൽ ഷാൾ പ്ലസ് വേണം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആ ടെൻസ് പഠിക്കാനില്ല, സിമ്പിൾ പ്രസൻറ്റ് അല്ലെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ പഠിക്കാനില്ല. അറൈവ് എന്ന വെർബ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞു ടുമോറോ, നെക്സ്റ്റ്, സൂൺ, 2026 എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന വർഷമാണ്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം നമുക്കവിടെ എന്ത് എഴുതാം? V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് സിമ്പിൾ പ്രസൻറ്റ് എഴുതാം. ഇവിടെ നോക്കടോ, നാളെ പ്രൈം മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇല്ലേ? മാറ്റമില്ലാത്ത കാര്യമാണ്. സിമ്പിൾ ഫ്യൂച്ചറിൽ പറയുന്ന മാറ്റമില്ലാത്ത കാര്യം. അവിടെ എന്ത് ഉപയോഗിക്കാം? സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാം. നമുക്ക് പ്രൈം മിനിസ്റ്റർ സിംഗുലാർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ഉത്തരം എഴുതാം കൂട്ടില്ലേ? അറൈവ്സ് അവിടെ ഉത്തരമായിട്ട് എഴുതാം. എന്തെഴുതാം? അറൈവ്സ് അവിടെ ഉത്തരമായിട്ട് എഴുതാം. അപ്പോൾ അത് മറക്കൂലല്ലോ, ഇതൊന്നും ഓർമ്മയിലിരിക്കണം കേട്ടോ. ടുമോറോ, നെക്സ്റ്റ്, സൂണ്, 2026 വരുന്ന സെൻറ്റൻസുകളിൽ V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബും എഴുതാം. നിങ്ങളത് പഠിച്ചാൽ മതി, അങ്ങനെ എഴുതാം. അപ്പോൾ നമ്മൾ പ്രീ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻസ് ഒന്നും പഠിക്കണ്ട, ഒരു കൺഫ്യൂഷൻ ആക്കണ്ട. അപ്പോൾ ഈ വാക്കുകൾ വരുന്ന സെൻറ്റൻസിൽ നിങ്ങൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ പ്രസൻറ്റ് വെച്ചിട്ട് ഫില്ലപ്പ് ചെയ്യണം. ഓക്കെ, കിട്ടുമല്ലോ? കിട്ടില്ലേ? ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു.